بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മൾ ഇന്നലെ ബാക്കി വെച്ചത് കഅബ് ബിൻ മാലിക്കിൻ്റെ ആ സംഭവമാണ്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിൽ നിന്നും തിരിച്ചു വന്നപ്പോൾ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത എല്ലാ ആൾക്കാരും പള്ളിയിലേക്ക് പോയി റസൂലിൻ്റെ മുമ്പിൽ കാരണങ്ങൾ ബോധിപ്പിച്ചു. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലിൻ്റെ മുമ്പിൽ ചെന്ന് കാരണങ്ങളൊന്നുമില്ല, ഞാൻ വൈകിയതാണെന്നുള്ള സത്യം തന്നെ തുറന്നു പറഞ്ഞു. അദ്ദേഹം പറയാണ്, വല്ലാഹി മാ കാന ലീ മിൻ ഉദ്രിൻ, പ്രവാചകരെ എനിക്കൊരു കാരണവും ബോധിപ്പിക്കാനില്ല. വല്ലാഹി മാ കുന്തു ഖത്തു അഖ്വ വല ഐസറ മിന്നി ഹീന തഖല്ലഫ്തു അൻക. ആ തബൂക്ക് യുദ്ധത്തിൽ താങ്കൾ പുറപ്പെട്ടപ്പോൾ ആ സമയത്താണ് എനിക്ക് ഏറ്റവും എളുപ്പമുണ്ടായതും ഞാൻ ഏറ്റവും ശക്തവാനായതും. എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ വൈകി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് റസൂൽ പറഞ്ഞു, അമ്മ ഹാദാ ഫഖദ് സദഖ, അത് അയാൾ സത്യം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ റസൂലിന് അറിയാം ആരൊക്കെയാണ് കളവ് പറയുന്നത്. മുനാഫിഖാണ് റസൂലിന് അറിയാലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം സത്യം പറഞ്ഞിരിക്കുന്നു. ഫഖും ഹത്താ യഖ്ളി അല്ലാഹു ഫീക, എന്നിട്ട് മാറ്റി നിർത്തി, കഅബ് ബിൻ മാലിക്കിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ കാര്യത്തിൽ തീരുമാനം അറിയിക്കുന്നത് വരെ അവിടെ നിൽക്കുക. വസാറ റിജാലും മിൻ ബനി സലമത ഫത്തബഊനി ഫഖാലു ലി വല്ലാഹി മാ അലിംനാക അദ്നബ്ത ദംബൻ ഖബ്ല ഹാദാ. അപ്പം അദ്ദേഹം ബനു സലമ ഗോത്രക്കാരനാണ്. ഇപ്പം ബനു സലമ ഗോത്രക്കാരൊക്കെ വന്നു ഇദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഇതിനു മുമ്പ് ഒരു തെറ്റ് ചെയ്തതായിട്ട് നമുക്കൊന്നും അറിയില്ല, താങ്കൾ നല്ലൊരാളാണ്. لقد عجزت في ألا تكون اعتذرت إلى رسول الله صلى الله عليه وسلم بما اعتذر المخلفون فقد كان كافيك ذنبك استغفار رسول الله صلى الله عليه وسلم. താങ്കൾ ഇതിനു മുമ്പൊന്നും തെറ്റ് ചെയ്തതായിട്ട് നമുക്കറിയില്ല, താങ്കൾ മാന്യനായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ റസൂലിനോട് കാരണം ബോധിപ്പിച്ചതുപോലെ താങ്കൾക്കും ഇതിൽ എന്തെങ്കിലും ഒരു കാരണം ബോധിപ്പിക്കാമായിരുന്നു. അപ്പോൾ റസൂൽ താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പോൾ ഈ ചെറിയ തെറ്റിന് റസൂലിന് ഇസ്തിഗ്ഫാർ മതി, അള്ളാഹ് പുറത്തു തരും. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പം കഅബ് ബിൻ മാലിക് പറയാണ്, ഫവല്ലാഹി മാ സാലു യുഅന്നിബൂനനി ഹത്താ അറദ്തു അൻ അർജിഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഉകദ്ദിബ നഫ്സി. എത്രത്തോളം അവർ പറഞ്ഞു എന്നാൽ എനിക്ക് തോന്നിപ്പോയി രണ്ടാമതും തിരിച്ച് റസൂലിൻ്റെ അടുക്കലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞ് കാരണം ബോധിപ്പിച്ചാലോ എനിക്ക് തോന്നി. ആ രീതിയിൽ എന്നോട് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഖാല സുമ്മ ഖുൽതു ലഹും, പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഹൽ ലഖിയ ഹാദാ മഇ മിൻ അഹദിൻ, ഈ അവസ്ഥയിൽ, എൻ്റെ ഈ ഒരു അവസ്ഥയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ സത്യം പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന, അള്ളാഹുവിൻ്റെ തീരുമാനം കാത്തിരിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഖാലു, അപ്പം അവർ പറഞ്ഞു, നഅം ലഖിയഹു മഅക റജുലാനി ഖാല മിസ്ല മാ ഖുൽത്, താങ്കളുടെ കൂടെ വേറെ ആൾക്കാരുണ്ട്, താങ്കൾ ഒറ്റക്കല്ല, താങ്കളെപ്പോലെ കാരണങ്ങളൊന്നുമില്ലാതെ റസൂലുള്ളാഹിക്ക് സത്യം പറഞ്ഞ് മാറി നിൽക്കുന്ന രണ്ടാൾക്കാരുണ്ട്. താങ്കളോട് എന്താണോ പറയപ്പെട്ടത് ആ തീരുമാനം തന്നെയാണ് അവരോടും പറയപ്പെട്ടത്. അള്ളാഹുവിൻ്റെ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, മൻഹുമ, ആ രണ്ടാൾക്കാരാരാണ്? അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, ഒന്ന് മുറാറത്ത് ബിൻ റബിയ അൽ ഉംരി, രണ്ട് ഹിലാൽ ബിൻ ഉമയ്യത്ത് അൽ വാഖിഫി. ഈ രണ്ട് സഹാബാക്കളും കഅബ് ബിൻ മാലിക്കിനെ പോലെ തന്നെയാണ്. قال فذكروا لي رجلين صالحين قد شهدا بدرا فيهما أسوة. അപ്പോൾ കഅബ് ബിൻ മാലിക് പറയാണ്, ആ സഹാബാക്കൾ എന്നോട് രണ്ട് സാലിഹായ വ്യക്തികളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. നല്ല ആൾക്കാരാണ്, ബദറിൽ പങ്കെടുത്ത സഹാബാക്കളാണ്. മുറാറത്ത് ബിൻ റബിയും ഹിലാൽ ബിൻ ഉമയ്യും ബദറിൽ പങ്കെടുത്ത സഹാബാക്കളാണ്. അതുപോലെ തന്നെ പ്രായമുള്ള സഹാബാക്കളാണ്. ഖാല
كعب بن مالك بريان فمضيت حين ذكروهما لي قال ونهى رسول الله صلى الله عليه وسلم عن كلامنا أيها الثلاثة من بين من تخلف عنه. അള്ളാഹുവിൻ്റെ റസൂൽ അടുത്ത തീരുമാനം വന്നു നമ്മുടെ വിഷയത്തിൽ. ആ മൂന്നാൾക്കാരോടും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, വിലക്കേർപ്പെടുത്തി. സഹാബാക്കൾ ആരും ആ മൂന്നാൾക്കാരോട് സംസാരിക്കുന്നില്ല. قال فاجتنبنا الناس أو قال تغيروا لنا. കഅബ് ബിൻ മാലിക് പറയാണ്, ജനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി, ആരും മിണ്ടുന്നില്ല, അടുത്ത ആൾക്കാർ പോലും മിണ്ടുന്നില്ല. ഹത്താ തനക്കറത് ലീ ഫീ നഫ്സി അൽ അർള്. എത്രത്തോളം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഭൂമി ഒരു അന്യമായി തോന്നി, എൻ്റെ നാടും എൻ്റെ വീടൊക്കെ ഒരു അന്യമായി തോന്നി, ആരും എന്നോട് മിണ്ടുന്നില്ല, നോക്കുന്നില്ല. ഫമാ ഹിയ ബിൽ അർളില്ലതി അഅരിഫ്. എനിക്കറിയുന്ന സ്ഥലമേ അല്ല അത്, ആ രീതിയിൽ ഞാൻ അന്യനാക്കപ്പെട്ടു. ഫലബിത്ന അലാ ദാലിക 50 ലൈല. അങ്ങനെ 50 ദിവസം കടന്നുപോയി. 50 ദിവസം ഒരാളും സംസാരിക്കാതെ ഒരു നാട്ടിൽ ജീവിക്കുക. ആരും, റസൂലിൻ്റെ കൽപ്പനയാണല്ലോ, സഹാബാക്കൾ ഒരിക്കലും ധിക്കരിക്കൂല. ഇദ്ദേഹത്തിനാണെങ്കിൽ ഒരാളോട് സംസാരിക്കാനും കഴിയുന്നില്ല, ഒരാളും ഇദ്ദേഹത്തോട് സംസാരിക്കുന്നില്ല, അടുത്ത ബന്ധുക്കൾ, കൂട്ടുകാർ ആരുമില്ല. ഫഅമ്മാ സാഹിബായ ഫസ്തഖന്ന വഖഅദ ഫീ ബുയൂതിഹിമാ യബ്കിയാൻ. കഅബ് ബിൻ മാലിക് പറയാണ്, എൻ്റെ കൂടെയുള്ള മറ്റു രണ്ടാൾക്കാർ പ്രായമുള്ള ആൾക്കാരാണ്. അവർ രണ്ടാൾക്കാരും വീട്ടിൽ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, വേറൊന്നും ചെയ്യുന്നില്ല, വീട്ടിലിങ്ങനെ ഇരിക്കുക കരഞ്ഞുകൊണ്ട്. അമ്മ അന ഫകുന്തു അശബ്ബൽ ഖൗമി വ അജ്ലദഹും. പക്ഷെ ഞാൻ യുവാവാണ്, നല്ല ശക്തിയുള്ള ആളാണ്, ആരോഗ്യമുള്ള ആളാണ്. ഫകുന്തു അഖ്റുജു ഫഅശ്ഹദു സ്വലാത്ത മഅൽ മുസ്ലിമീൻ. ഞാൻ പുറത്തേക്കൊക്കെ പോവും, മുസ്ലിംകളുടെ കൂടെ പള്ളിയിൽ നിസ്കാരത്തിന് പങ്കെടുക്കും. വ അതൂഫു ഫിൽ അസ്വാഖി വലാ യുകല്ലിമുനി അഹദുൻ. ഞാനിങ്ങനെ പട്ടണത്തിലൊക്കെ കറങ്ങി നടക്കും, മാർക്കറ്റിലൊക്കെ കറങ്ങി നടക്കും, പക്ഷെ ആരും എന്നോട് സംസാരിക്കുന്നില്ല. وآتي رسول الله صلى الله عليه وسلم فأسلم عليه وهو في مجلسه بعد الصلاة. ഞാൻ നിസ്കാര ശേഷം റസൂല് സഹാബാക്കളെയും കൂട്ടി പള്ളിയിൽ കൂടിയിരിക്കും സംസാരിച്ചുകൊണ്ട് നിസ്കാരത്തിന് ശേഷം. അപ്പോൾ ആ സദസ്സിലേക്ക് ഞാൻ കയറി ചെല്ലും, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് സലാം പറയും. ഫഅഖൂലു ഫീ നഫ്സി. ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ പറയും, ഹൽ ഹർറക ശഫതൈഹി ബിറദ്ദി സലാമി അം ലാ. ഞാനിങ്ങനെ നോക്കും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചുണ്ട് അനങ്ങുന്നുണ്ടോ ഇല്ലയോ. ഒച്ചത്തിൽ പറയില്ല, സലാം ഒച്ചത്തിൽ മടക്കൂല, വിലക്കേർപ്പെടുത്തിയതല്ല. അപ്പോൾ റസൂൽ സലാം മടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് റസൂലിൻ്റെ ചുണ്ട് അനങ്ങുന്നത് ഞാൻ നോക്കും. സുമ്മ ഉസല്ലി ഖരീബൻ മിൻഹു വ ഉസാരിഖുഹു അൻ നളറ. ഞാൻ റസൂലിൻ്റെ അടുക്കൽ പോയി ചെന്ന് നിസ്കരിക്കും, സുന്നത്തൊക്കെ നിസ്കരിക്കുമ്പോൾ റസൂലിൻ്റെ അടുക്കൽ നിന്ന് നിസ്കരിക്കും. വ ഉസാരിഖുഹു അൻ നളറ. എന്നിട്ട് ഞാൻ ഒളിക്കണ്ണിട്ട് റസൂലിനെ നോക്കും നിസ്കാരത്തിൽ. ഫഇദാ അഖ്ബൽതു അലാ സ്വലാത്തി നളറ ഇലയ്യ. ഞാൻ എന്ത് ചെയ്യും, റസൂല് നിസ്കാരം കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ നോക്കും റസൂല്, ഞാനും നോക്കും. വഇദാ ഇൽതഫത് നഹ്വഹു അഅറദ അന്നി. ഞാൻ നോക്കുന്നുണ്ടെന്ന് കണ്ട റസൂൽ ഒപ്പം കണ്ണെടുക്കും. റസൂൽ എന്നെ നോക്കുന്നുണ്ട്, എനിക്കൊന്നും സംസാരിക്കുന്നില്ല എന്നോട്. ഹത്താ ഇദാ ത്വാല ദാലിക അലയ്യ മിൻ ജഫ്വത്തിൽ മുസ്ലിമീന മശൈതു ഹത്താ തസവ്വർതു ജിദാറ ഹായിതി അബി ഖതാദ. അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി, എൻ്റെ മനസ്സൊരു പാറക്കല്ല് പോലെ കട്ടി മനസ്സായി, ഒന്നും എന്താ ചെയ്യാൻ തിരിയുന്നില്ല, ആരും മിണ്ടുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, വഹുവ ഇബ്നു അമ്മി വ അഹബ്ബു നാസി ഇലയ്യ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ അമ്മിൻ്റെ മകൻ, അമ്മ എന്ന് പറഞ്ഞാൽ വാപ്പയുടെ സഹോദരൻ, എൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകൻ അബൂ ഖതാദ. ഞാൻ അബൂ ഖതാദയുടെ വീട്ടിലേക്ക് പോയി. ഞാൻ ഒരു ചെറിയൊരു മതിലുണ്ടായിരുന്നു, ആ മതിലെടുത്ത് ചാടി അബൂ ഖതാദയുടെ വീട്ടിലേക്ക് പോയി. ഫസല്ലംതു അലൈഹി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് സലാം പറഞ്ഞു. ഫവല്ലാഹി മാ റദ്ദ അലയ്യ സലാം. അള്ളാഹുവിന്റെ സത്യം, എനിക്ക് അദ്ദേഹം സലാം മടക്കിയില്ല. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, എൻ്റെ കുടുംബക്കാരനാണ്, അദ്ദേഹം സലാം മടക്കിയില്ല. ഫഖുൽതു ലഹു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബാ ഖതാദ അൻഷുദുക ബില്ലാഹി ഹൽ തഅലമുനി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അബൂ ഖതാദ, നിനക്കറിയില്ലേ ഞാൻ അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫസക്കത. ഒന്നും തിരിച്ചു മറുപടി പറഞ്ഞില്ല. ഫഉത്തു ഫനാശത്തുഹു ഫസക്കത. ഫഉത്തു ഫനാശത്തുഹു. ഞാൻ വീണ്ടും 3 പ്രാവശ്യം ആവർത്തിച്ച് അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്ത് അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്കറിയില്ലേ ഞാൻ അള്ളാഹിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന്. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഫഖാല അല്ലാഹു വ റസൂലുഹു അഅലം.
ഞാൻ നിർബന്ധിപ്പിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലാഹു വ റസൂലുഹു അലം, അള്ളാഹുക്കും അള്ളാഹിൻ്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞ ഒഴിവായി. ഫഫാലത്ത് ഐനായ, എൻ്റെ കണ്ണുനീരൊഴുകിപ്പോയി. ഞാൻ അത്രയും കരഞ്ഞു. എൻ്റെ അത്ര അടുത്ത കൂട്ടുകാരൻ എന്നോട് മിണ്ടുന്നില്ല. ഞാൻ അള്ളാഹിനെയും റസൂലിനെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കത് അറിയില്ല, അള്ളാഹു അള്ളാഹിൻ്റെ റസൂലിനെ അറിയാമെന്ന് പറയുന്നു. വതവല്ലൈതു ഹത്താ തസവ്വർതുൽ ജിദാർ, അങ്ങനെ ഞാൻ തിരിഞ്ഞു നടന്നു, അവൻ്റെ വീട്ടിൽ നിന്നും തിരിഞ്ഞു നടന്നു മതിൽ ചാടിക്കടന്നു. ഫബൈന അന അംശി ഫി സൂഖിൽ മദീന ഇദ് നബതിയ്യുൻ മിൻ നബതി അഹ്ലി الشാമി മിമ്മൻ ഖദിമ ബിത്തആമി യബീഉഹു ബിൽ മദീന. ആ സമയത്ത് ഞാൻ തിരിച്ച് അബൂ ഖതാദയുടെ വീട്ടിൽ നിന്ന് തിരിച്ച് നടന്ന് മദീനയിലൂടെ ചന്തയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്, പട്ടണത്തിലൂടെ നടക്കുകയാണ്. ആ സമയത്ത് ഒരു നബത്തിയും മിൻ അഹ്ലി ഷാം, ഷാമിൽ നിന്നുള്ള ഒരാൾ എന്നെ കണ്ടു. അദ്ദേഹം വന്നത് മദീനയിൽ ഭക്ഷണ വസ്തുക്കൾ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം എന്നെ കണ്ടു, എന്നോട് ചോദിച്ചു മൻ യദുല്ലു അലാ കഅബ് ബിൻ മാലിക്. അദ്ദേഹം ആ മദീനയുടെ മാർക്കറ്റിൽ നിന്ന് ചോദിക്കാൻ ആരാണ് കഅബ് ബിൻ മാലിക്. അപ്പോൾ എല്ലാവരും അദ്ദേഹത്തിന് എന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഞാൻ ആരുടെ കൂട്ടത്തിലുണ്ട്. ഹത്താ ജാഅനി, അങ്ങനെ ഷാമിൽ നിന്ന് ആൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഫദഫഅ ഇലയ്യ കിതാബൻ മിൻ മലിക് ഗസ്സാൻ. അപ്പോൾ ഷാമിലുള്ള രാജാവാണ് ഗസ്സാൻ, മലിക് ഗസ്സാൻ കാഫിറാണ്. ആ ഗസ്സാന്റെ ഭാഗത്തു നിന്നുള്ള മലിക് ഗസ്സാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കത്ത് എനിക്ക് അദ്ദേഹം തന്നു. വകുന്തു കാത്തിബൻ, ഞാൻ എഴുതാനും വായിക്കാനും അറിയുന്ന ആളായിരുന്നു. ഫഖറഅതുഹു, അപ്പോൾ ഞാൻ ആ കത്ത് വായിച്ചു. ഫഇദാ ഫീഹി, അപ്പോൾ അതിലുണ്ട് അമ്മ ബഅദ് فإنه قد بلغنا أن صاحبك قد جفاك ولم يجعلك الله بدار هوان ولا مضيعة فالحق بنا نواسيك. അപ്പം ഷാമിൽ നിന്നുള്ള കത്താണ്, ഷാമിൻ്റെ രാജാവിൻ്റെ ഭാഗത്തുനിന്നുള്ള കത്താണ്, ഗസ്സാൻ രാജാവിൻ്റെ ഭാഗത്തുള്ള കത്താണ്. അവർ കാഫിറാണ്. അത് എന്താ എഴുതിയത് എന്താ അറിയോ, നമുക്കൊരു വിവരം കിട്ടി, താങ്കളുടെ സാഹിബ് അഥവാ റസൂല് താങ്കളെ മാറ്റി നിർത്തിയിരിക്കുന്നു, സഹാബാക്കളും താങ്കളെ മാറ്റി നിർത്തിയിരിക്കുന്നു. താങ്കൾ വെറുതെ അവിടെ നിന്ദ്യനായിക്കൊണ്ട് ആർക്കും വേണ്ടാത്തവനായിട്ട് അവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ നാട്ടിലേക്ക് പോവാം, നമ്മളെന്ത് ചെയ്യാം, സൗകര്യമൊരുക്കി തരാം. അഥവാ അപ്പോഴത്തേക്ക് ശത്രുക്കൾ വിളിക്കാൻ തുടങ്ങി. കാരണം യോദ്ധാവാണ്, ആരോഗ്യവാനാണ്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ച ആൾക്കാരാണ്. അപ്പോഴത്തേക്ക് ശത്രുക്കൾ എന്ത് ചെയ്തു, രാജാക്കന്മാർ വരെ കത്തയച്ച് വിളിക്കാൻ തുടങ്ങി. വിവരം കിട്ടി. ഫഖാല ഖുൽതു ഹീന ഖറഅതുഹ, അത് ഞാൻ വായിച്ച സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു വഹാദിഹി ഐലം മിനൽ ബലാ, ഇതും വലിയൊരു പരീക്ഷണമാണ്. അപ്പോഴത്തേക്ക് രാജാക്കന്മാരൊക്കെ വിളിക്കാൻ തുടങ്ങി. ഫതയമ്മംതു ബിഹ തന്നൂറ ഫസജർതുഹ, ഞാൻ എന്ത് ചെയ്തു, ആ കത്തെടുത്ത് അടുപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് അടുപ്പിലിട്ട് കത്തിച്ചു. ഹത്ത, അദ്ദേഹത്തെ തിരിച്ചയച്ചു, മറുപടി കൊടുത്തില്ല. ഹത്ത ഇദാ മളത് അർബഊന മിനൽ ഖംസീൻ, അങ്ങനെ 40 ദിവസം കഴിഞ്ഞു പോയി. 50 ദിവസമാണ് വിലക്കേർപ്പെടുത്തിയത്, അതിൽ 40 ദിവസം കഴിഞ്ഞു. വസ്തൽബസ അൽ വഹ്യു ഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഅതീനി ഫഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറുക അൻ തഅതസില ഇംറഅതക. അപ്പോൾ അടുത്തൊരു കൽപ്പന വന്നു, വീണ്ടും ആ വിലക്ക് ഏർപ്പെടുത്തുന്നത് കടുപ്പിക്കുകയാണ്. 40ാമത്തെ ദിവസം വീണ്ടും വന്നു, ഭാര്യമാരെ വിട്ടു നിൽക്കണം. അവർ വീട്ടിലാണ് താമസിച്ചത്, ഭാര്യ മക്കളൊക്കെ ഉണ്ട്, അവരാരും സംസാരിക്കുന്നില്ല. അടുത്ത കൽപ്പന എന്ത് ചെയ്തു, ഭാര്യമാരെ മാറ്റി നിർത്തണം എന്നുള്ള കൽപ്പനയും വന്നു. പക്ഷെ അത് ബാക്കി നമുക്ക് ബാക്കി. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.